ചെന്താമര കേസിൽ എന്താണ് സാക്ഷിമൊഴി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 8 പേരുടെ രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടല്ലോ. അത് എപ്പോഴായിരിക്കും 8 പേരുടെ രഹസ്യമൊഴി എടുക്കുക? അത് 8 പേരാരൊക്കെയാണ് നിഖിൽ? ഹാഷ്മി, ആ നീക്കം വളരെ പെട്ടെന്നുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണിത്. പോലീസ് വീഴ്ച വളരെയധികം ഉയർത്തി കാണിക്കപ്പെട്ട ഒരു കേസാണ്. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു റിസ്ക് എടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. ഈ പ്രതിക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷ, അതായത് സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ പ്രതി ചെയ്ത കുറ്റത്തിന്റെ ഗ്രാവിറ്റി അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഏറ്റവും ഉയർന്നൊരു ശിക്ഷ തന്നെ വാങ്ങി നൽകണമെന്ന് അന്വേഷണ സംഘത്തിനും താല്പര്യമുണ്ട്. DIG തൃശൂർ റേഞ്ച് DIG നിരന്തരം ഈ കേസ് മോണിറ്റർ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കുറ്റപത്രം നൽകാൻ വേണ്ടിയാണ് ഇതിന്റെ ഒരു പുനരാവിഷ്കരണം അടക്കം അന്വേഷണ സംഘം നടത്തിയത്, കൂടുതൽ മൊഴികൾ ശേഖരിച്ചത്. എന്നാൽ ആ ഘട്ടത്തിലാണ് അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് 4 പേർ, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 4 പേർ മൊഴി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് 8 പേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രഹസ്യമൊഴി നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നീട് അത് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു മൊഴിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്താൻ വേണ്ടി എത്രയും വേഗത്തിൽ ഈ 8 പേരുടെ ആലത്തൂർ ഡിവൈഎസ്പി ശ്രീ മുരളീധരൻ നമുക്ക് ചേരുന്നുണ്ട്. ശ്രീ മുരളീധരൻ, ഈ പറയുന്ന മൊഴിമാറ്റം അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ സാർ? സാർ, അത് മൊഴി മാറ്റാൻ ചാൻസ് ഉള്ള ഒരു 3-4 പേരുണ്ട് സാർ. അപ്പം നമ്മൾ അവരുടെ പുതിയ BNSS പ്രകാരം 183 പ്രകാരം ഈ ഒരു 8 പേരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനായിട്ട് പാലക്കാട് JFCM 1 കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സാർ അതിന്. അപ്പൊ അവരുടെ രഹസ്യമൊഴി മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട കോടതി രേഖപ്പെടുത്തും. നമുക്ക് ആവശ്യമുള്ള ഡിജിറ്റൽ എവിഡൻസും പിന്നെ മറ്റേ സയന്റിഫിക് എവിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സയന്റിഫിക് എവിഡൻസ് ഒക്കെ പക്കയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മൾ മാറാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാർ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് 2 ദിവസം മുമ്പ്. ഇയാളെ നാട്ടുകാർക്ക് പേടിയുണ്ട് അല്ലേ? ആൾക്കാർക്ക് പേടിയുണ്ട്. അതിലൊരു 75 വയസ്സായ ഒരു ശിവരാജൻ എന്ന് പറഞ്ഞൊരു നാട്ടുകാരുണ്ട്. അയാൾക്ക് ഇതെല്ലാം അറിയാം. പക്ഷെ അയാൾ നമ്മളോട്, ഞാനൊരു 3 പ്രാവശ്യം അയാളുടെ വീട്ടിൽ പോയതാ, സഹകരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. അയാള് കണ്ട സാക്ഷിയാണോ എന്ന് വരെ നമുക്ക്, അയാളാണ് ഫസ്റ്റ് ഇത് അറിയിക്കുന്നത് നാട്ടുകാരെ. അപ്പോ അദ്ദേഹം ഇതിന് നമ്മളോട് സഹകരിക്കുന്നില്ല. അദ്ദേഹമാണ് ഒരു നിസ്സഹരണം കാണിച്ചിട്ടുള്ളത്. ബാക്കി ഞാൻ പറഞ്ഞത്, ഈ നാട്ടുകാരൊക്കെ ചേർന്ന് അയാൾക്കൊരു കോൺഫറൻസ് കൊടുത്താൽ നമുക്ക് അനുകൂലമായി മൊഴി കിട്ടില്ല അയാളുടെ ഭാഗത്തു നിന്ന്? നമ്മൾ അവരുടെ റിലേറ്റീവ്സിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അയാളുടെ മരുമകനോട് ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. ഇന്നലെ മിനിയാന്നൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പൊ അത് നോക്കുന്നുണ്ട് സാർ. അത് മിക്കവാറും അത് അവർ പറയും, മൊഴി മാറ്റാൻ ചാൻസ് ഉള്ളവരുടെയാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം മുകളിൽ നമ്മുടെ DIG ഹരിശങ്കർ സാറ്, SP സാറ്, അജിത് സാർ, ഇതൊക്കെ ഡെയിലി അപ് ടു ഡേറ്റ് മോണിറ്ററിംഗ് ആണ്. അതുകൊണ്ട് അന്വേഷണം പക്കയായിട്ട് തന്നെയാണ് സാർ പോകുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ മുരളീധരൻ. ആലത്തൂർ DYSP ആണ് സംസാരിച്ചത്. മൊഴി മാറ്റുമെന്ന് പോലീസ് സംശയിക്കുന്ന കുറച്ച് ആളുണ്ട്. സ്വാഭാവികമായും ആരാണെങ്കിലും പ്രാണഭയം എന്ന് പറയുന്ന പ്രധാന ഭയമാണ്. ഏതെങ്കിലും ഇരുളിൻ്റെ മറവിൽ ഇയാൾ വീണ്ടും എത്തുമോ, വടിവാളുമായി ഉയർത്തിയെത്തുമോ എന്ന് ആരും പേടിച്ചു പോകും. അപ്പോൾ അങ്ങനെ പേടിച്ച് അല്ലെങ്കിൽ മൊഴി മാറ്റിയേക്കുമെന്ന് സംശയമുള്ള ആൾക്കാരെ കൊണ്ട് രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയും ഫുൾ പ്രൂഫായി. ഇനിയിപ്പം ചെന്താമര എന്ന് പറയുന്ന നരാധമൻ പുറം ലോകം കണ്ടുകൂടാ. അതിന് അങ്ങനെ പറയാനുള്ള കാരണം ഈ പറഞ്ഞ പുഷ്പ എന്നൊരാളെ കൂടി കൊല്ലാത്തതിൽ വലിയ നിരാശ അനുഭവിക്കുന്ന ആളാണ് 3 പേരെ കൊന്നിട്ടും.